സംസ്ഥാന നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. നേരത്തെ ലീഗ് വിരുദ്ധ വിഭാഗം പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ചർച്ച നടന്നു. അത്തരത്തിലൊരു കടുത്ത നിലപാടിലേക്ക് മുസ്ലിം നേതൃത്വത്തിലുള്ള നേതാക്കൾ എല്ലാവരും എത്തിയിരുന്നു. അതുകൊണ്ട് ആ ചർച്ച സംഘടിപ്പിച്ചു. അതിനുള്ളിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടില്ല സംസ്ഥാന നേതാക്കൾ. അത് സ്വാഭാവികമായിട്ടും ലീഗ് നേതാക്കളായിരിക്കും അല്പസമയത്തിനകം വാർത്താസമ്മേളനം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെയുണ്ട്. ഷബീർ അമർ ചേരുന്നുണ്ട്. ഷബീർ, ഈ ചർച്ച അവസാനിച്ചിരിക്കുന്നു, പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഒരു ഏകപക്ഷീയമായതിലേക്ക് കാര്യങ്ങൾ പോയോ എന്നൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം അത്തരത്തിലുള്ള പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. എന്താണ് ഉള്ളിൽ സംഭവിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്? ധന്യ, ലീഗ് അനുകൂല വിഭാഗം നേതാക്കളുടെ യോഗത്തിൽ പങ്കെടുത്ത ലീഗ് അനുകൂല വിഭാഗം നേതാക്കളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, നേതൃത്വം വിളിച്ചു, അതായത് ലീഗ് സമസ്ത നേതാക്കൾ വിളിച്ചു, തങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുത്തു, തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് പറയാനുള്ള കാര്യങ്ങൾ, പരാതികളും മറ്റും ഈ യോഗത്തിൽ നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആവശ്യമായ രേഖകളടക്കം സമർപ്പിച്ചിട്ടുണ്ട്. മറ്റ് കാര്യങ്ങൾ പറയേണ്ടത് സമസ്ത ലീഗ് നേതൃത്വമാണ്. പരസ്യ പ്രതികരണം പാടില്ല, അല്ലെങ്കിൽ പരസ്യ പ്രതികരണം നടത്തേണ്ടതില്ല എന്ന് നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ നേതൃത്വത്തെ അനുസരിക്കലാണ് തങ്ങളുടെ നിലപാട്. ആ നിലയ്ക്കാണ് യോഗത്തിൽ പങ്കെടുത്തത്. അതുകൊണ്ട് കൂടുതൽ പ്രതികരണത്തിനില്ല എന്നുമാണ് ഈ യോഗത്തിന് ശേഷം, അല്ലെങ്കിൽ യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം അബ്ദുസമദ് പൂക്കോട്ടൂർ പ്രതികരിച്ചത്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് മറുവിഭാഗം യോഗത്തിനെത്തിയില്ല. അത് സ്വാഭാവികമായും അച്ചടക്ക ലംഘനം അല്ലെങ്കിൽ നേതൃത്വത്തെ അനുസരിക്കാത്ത കീഴ്വഴക്കമായി കാണേണ്ടി വരുമെന്ന ഒരു സൂചന കൂടി അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലുണ്ടായി. കൂടുതൽ പ്രതികരണങ്ങൾ നടത്തുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും അധിക സമയം നീണ്ടു നിന്നിട്ടില്ല യോഗം. ഏതാണ്ട് 1 മണിക്കൂറിൽ താഴെ മാത്രമാണ്, 1 മണിക്കൂറോളം മാത്രമാണ് ഈ യോഗം ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരു സമവായ ചർച്ച എന്ന നിലയിലേക്ക് ചർച്ച ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, മറുവിഭാഗം പങ്കെടുക്കാത്തതിനാൽ തന്നെ അത്തരം ഒരു ചർച്ചയ്ക്ക് സാധ്യത പോലുമില്ല. എന്നാൽ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ, ഇവർ എത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ലീഗ് സമസ്ത നേതൃത്വം കേട്ടു. ലീഗ് സമസ്ത നേതൃത്വം എന്ന് പറയുമ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി, സാദിഖ് അലി ശിഹാബ് തങ്ങൾ ലീഗിൻ്റെ ഭാഗത്തു നിന്നും, ഒപ്പം തന്നെ സമസ്തയുടെ ഭാഗത്ത് നിന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളും സമസ്ത സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാരുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. അവരുമായാണ് ഈ നേതാക്കൾ, അതായത് ഒരു വിഭാഗം നേതാക്കൾ, അബ്ദുസമദ് പൂക്കോട്ടൂർ, നാസർ ഫൈസി കൂടത്തായി, ഒപ്പം തന്നെ അബ്ദുറഹ്മാൻ കല്ലായി, ഷാഫി ഹാജി, സലീം എടക്കര ഉൾപ്പെടെയുള്ള നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയത്. അവർ ഇപ്പോൾ മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ട നേതാക്കളുടെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ലീഗ് വിരുദ്ധ ചേരിയുമായി ബന്ധപ്പെട്ട് ഈ യോഗത്തിൽ പങ്കെടുക്കാത്ത ലീഗ് വിരുദ്ധ ചേരിയുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടായിരിക്കും സമസ്ത നേതൃത്വം സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു, ഈ യോഗത്തിൽ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അതായത് 2 വിഭാഗത്തെയും ഈ പ്രശ്നം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ അതുമായി ബന്ധപ്പെട്ട ആളുകളെ എല്ലാം തന്നെ യോഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്. അവർ പങ്കെടുത്തിട്ടില്ലെങ്കിൽ അത് ധിക്കാരപരമായ സമീപനമായി, ധിക്കാര നടപടിയായി കാണേണ്ടി വരുമെന്നായിരുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം. ആ നിലയ്ക്ക് പ്രതികരണം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും ഈ യോഗത്തിൽ മറുവിഭാഗം കൂടി, ലീഗ് വിരുദ്ധ ചേരി കൂടി പങ്കെടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ലീഗ് നേതൃത്വവും അത് പ്രതീക്ഷിച്ചിരുന്നു. കാരണം അത്ര വലിയ സമ്മർദ്ദം അവർക്ക് മുകളിൽ വരാനില്ല. പക്ഷേ ആ സമ്മർദ്ദത്തിന് കീഴ്പ്പെടുന്നില്ല തങ്ങൾ എന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ യോഗത്തിനെത്താതെ ലീഗ് വിരുദ്ധ ചേരിയിലുള്ളവർ. അവർ അനൗദ്യോഗികമായി പറയുന്ന, ഔദ്യോഗികമായി ഇതുവരെയും അവർ പ്രതികരിച്ചിട്ടില്ല, പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ല. എന്നാൽ അതുമായി ബന്ധപ്പെട്ട നേതാക്കളുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവർ അനൗദ്യോഗികമായി പറയുന്നു, തങ്ങളാരും യോഗത്തിന് വിളിച്ചിട്ടില്ല, ഞങ്ങൾക്ക് യോഗവുമായി ബന്ധപ്പെട്ട് അറിയിപ്പും ലഭിച്ചിട്ടില്ല എന്നാണ്. അക്കാര്യം തന്നെ പൂക്കോട്ടൂർ പറഞ്ഞതുപോലെ പരസ്യ പ്രതികരണം വേണ്ട എന്ന് പറയുമ്പോൾ അതിൽ അവർ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ അച്ചടക്കം പാലിക്കുന്നവരാണ് എന്നുള്ളത്. അതായത് യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും മുഷാവറയിൽ ഈ സംഭവം വരുമ്പോൾ ഇത് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടും എന്നുള്ളതും ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു. പക്ഷേ ഈ പരസ്യ പ്രതികരണം വേണ്ട എന്ന ഒരു പൂട്ടവസ്ഥയിലേക്കാണോ? കാരണം ഇത്ര ദിവസമായിട്ടുണ്ടായിരുന്ന ഈ പരസ്യ പ്രതികരണത്തിലാണ് ഇതിന്റെ ഒരു വ്യാപ്തിയും അത്രയും കൂടുതൽ പ്രശ്നങ്ങൾ ഇതിനുള്ളിൽ നിൽക്കുന്നുണ്ടെന്നും അതൊരു വലിയ പൊട്ടിത്തെറിയായിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഈ സമവായ ഉദ്ദേശത്തിലേക്ക്, ചർച്ചയിലേക്കൊക്കെ കാര്യങ്ങൾ കടന്നത്. അപ്പം ഇനി മുതൽ ഇവരാരും മിണ്ടില്ലെന്നാണ് പറയുന്നത്. തന്നെ ആ നിലയ്ക്ക് തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. ലീഗ് വിരുദ്ധ ചേരിയിലുള്ള നേതാക്കളുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ കുറച്ച് ദിവസമായി പരസ്യ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അത് ശ്രദ്ധേയമായ നടപടിയെന്ന് പറയാൻ കാരണം, ലീഗ് അനുകൂല വിഭാഗം ഒരു സമിതി ഉണ്ടാക്കുന്നു. അതായത് സമസ്തയിൽ നിൽക്കുമ്പോൾ തന്നെ സമസ്ത ആദർശ സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട അടക്കം പ്രതികരണങ്ങൾ തേടിയപ്പോഴും പരസ്യ പ്രതികരണത്തിനില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. സ്വാഭാവികമായും പരസ്യ പ്രതികരണം നടത്തേണ്ടതില്ല എന്ന് നേരത്തെ തന്നെ സമസ്ത
സമസ്ത നേതൃത്വം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങളടക്കം അത് പല വേദികളിലും പരസ്യമായും പറഞ്ഞിട്ടുണ്ട്. ഈ പരസ്യ പ്രതികരണങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ലീഗ് വിരുദ്ധ ചേരിയിലുള്ള ഭാഗത്ത് നിന്ന് കഴിഞ്ഞ കുറച്ച് ദിവസമായി അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല. അതേസമയം തന്നെയാണ് ലീഗ് അനുകൂല വിഭാഗം ഈ ആദർശ സംരക്ഷണ സമിതി ഉണ്ടാക്കുന്ന ഘട്ടത്തിലടക്കം പരസ്യ പ്രതികരണം നടത്തിയിരുന്നു. സമസ്തക്കകത്ത് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് തുറന്നു പറഞ്ഞിരുന്നു. സുപ്രഭാതം പത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് എന്നതടക്കം പറഞ്ഞിരുന്നു. ആ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അവർ പരസ്യമായി വ്യക്തമാക്കിയിരുന്നു. ആ നേതാക്കളാണ് ഇപ്പോൾ പരസ്യ പ്രതികരണത്തിനില്ല എന്ന് പറയുന്നത്. എന്തായാലും ഈ പ്രശ്നം, സമസ്തക്കകത്തെ പ്രശ്നം ഇപ്പോൾ തുടങ്ങിയത് അല്ലെങ്കിൽ ഈ സമീപകാലത്ത് തുടങ്ങിയതല്ല, കഴിഞ്ഞ കുറേ കാലമായി ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അത് അതിരൂക്ഷമായത് ഈ അടുത്തിടെയാണ്. അതായത് അതിൽ തുടക്കം കുറിച്ചത് സമസ്ത മുഷാവറ അംഗമായിട്ടുള്ള മുക്കം ഉമർ ഫൈസിയുടെ പരസ്യ പ്രതികരണമാണ്. ഒരു പ്രസംഗത്തിനിടയിലുള്ള പരാമർശമാണ്. അദ്ദേഹം സാദിഖ് അലി ശിഹാബ് തങ്ങളെ ലക്ഷ്യം വെച്ച് ചില പരാമർശങ്ങൾ നടത്തുന്നു. അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുന്നു. അതിനുശേഷമാണ് വലിയ നിലയിലേക്ക് ഭിന്നത വെളിവാക്കുന്ന തരത്തിലേക്ക് പരസ്യ പ്രതികരണങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഇരുവിഭാഗം നേതാക്കളുടെ ഭാഗങ്ങളിൽ നിന്നുണ്ടായത്. ആ പരസ്യ പ്രതികരണം ഈ വിഷയത്തെ അല്ലെങ്കിൽ ഈ ഭിന്നതയെ കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഈ വിഷയം സങ്കീർണമായി തന്നെ തുടരുകയാണെങ്കിൽ കൂടുതൽ സങ്കീർണമാവുകയാണ്. ആ ഘട്ടത്തിലാണ് പരസ്യ പ്രതികരണം വേണ്ടതില്ല എന്ന നിർദ്ദേശം സമസ്ത നേതൃത്വം നൽകുന്നത്. സ്വാഭാവികമായും കുറച്ച് ദിവസത്തേക്ക് പരസ്യ പ്രതികരണം ഉണ്ടാകില്ല എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാം. പക്ഷേ അതേസമയം തന്നെയാണ് ഈ യോഗത്തിലേക്ക് എത്താത്ത ലീഗ് വിരുദ്ധ ചേരിയിലുള്ളവരോട് എന്ത് സമീപനമായിരിക്കും ലീഗ് സമസ്ത നേതൃത്വം സ്വീകരിക്കുക എന്നുള്ളതിൽ വ്യക്തതയില്ല. എന്തായാലും ഇപ്പോൾ നമുക്ക് പോകേണ്ടതുണ്ട്. ഈ യോഗത്തിന് ശേഷം സമസ്ത ലീഗ് നേതാക്കൾ ലീഗ് വിരുദ്ധ വിഭാഗം എത്താത്തത് കൊണ്ട് തന്നെ ഒരു സമവായത്തിലേക്ക് എത്താൻ സാധിക്കില്ല. മലപ്പുറത്തെ സമവായ ചർച്ച അവസാനിപ്പിച്ചിട്ടുണ്ട്. ഒരു പരസ്യ പ്രതികരണത്തിലേക്കില്ല എന്ന് പൂക്കോട്ടൂർ ഉൾപ്പെടെയുള്ള ലീഗ് അനുകൂല വിഭാഗം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സമവായം അകലെയാണ് എന്നാണ് ഇന്നത്തെ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കുന്നത്.